അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ഒരു നല്ല കോമ്പിനേഷനെ കുറിച്ചാണ്. രാഹുവിന് മെർക്കുറി അഥവാ ബുധനുമായിട്ടുള്ള കോമ്പിനേഷനാണ്. നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ഈ കോമ്പിനേഷൻ വളരെ നന്നായിട്ട് സഹായിക്കും. രാഹു നിൽക്കുന്ന ഭാവം കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അവർ ഈ ലൈഫിൽ ശ്രമിക്കും. അതായത് രാഹു അതാണല്ലോ, അതായത് ഡെപ്റ്റിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് രാഹു സൂചിപ്പിക്കുന്നത്. ഇപ്പൊ രാഹു നിൽക്കുന്ന ഭാവം എപ്പോഴും അവര് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൽ ബുധനുമായിട്ടുള്ള യോഗം വരുമ്പം ഒന്നാമത്തേത് അത് പറയുന്നതിന് മുമ്പ് ഈ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, ഇതിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുക. നമുക്ക് ഈ സീരീസ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കമൻറ്റുകളുടെ എല്ലാം, അതായത് ഫ്രീക്വൻ്റ്ലി നമ്മളെടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ ഞാനൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ കുറേ സംശയങ്ങൾ തീരും. ഇത് സംശയം തീരരുത്, കാരണം സംശയം തീരുന്ന വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള ജിജ്ഞാസ കുറയും, ക്വസ്റ്റ് കുറയും. അതുകൊണ്ട് തന്നെ എപ്പോഴും സംശയങ്ങൾ ഉണ്ടാവണം, വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാവണം. ഈ ക്ലാസ്സുകളൊന്നും തന്നെ പൂർണ്ണമല്ല. ഇതെൻ്റെ അറിവിൻ്റെ പരിധിയും അനുഭവത്തിൻ്റെ പരിധിയും കൊണ്ട് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇതിന് മുകളിലേക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുമുണ്ട്. അപ്പോൾ അത് ശ്രമിച്ചുകൊള്ളുക. ബുധനെ കുറിച്ച് പറയുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സെക്കൻഡ് ഓർഡർ നോളജ് ആയിട്ട് കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുക. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെർക്കുറി രാഹു കോമ്പിനേഷൻ എന്ന് പറയുമ്പം ബീങ് കറക്റ്റ്, ബീങ് കൺവിൻസിങ്, അതുപോലെ തന്നെ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, പല തരത്തിലുള്ള ലാംഗ്വേജുകൾ പഠിക്കാനുള്ളൊരു കഴിവ്, അതൊരു വല്ലാത്ത ഒരു കഴിവാണ്. പല കൾച്ചറുകൾ, പല ലാംഗ്വേജുകൾ, പല വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങൾ. ഇപ്പം നമുക്കൊരു യുക്തി ഒരു സാധനത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിലങ്ങ് പിടിക്കും. പിന്നെ ഇപ്പം എനിക്ക് നിരീശ്വരവാദം എന്ന് പറയുന്ന വാദം അല്ല ചാർവാകവാദം ഒന്നും എനിക്ക് സെറ്റാവില്ല. അപ്പം ഞാൻ കുറച്ച് സ്പിരിച്വൽ സൈഡിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ദർശനങ്ങൾ പലതും മിക്കവാറും സാഖ്യ ദർശനം അല്ല മീമാംസം അങ്ങനെയൊക്കെയുള്ള ദർശനങ്ങളോടാണ്. ഇപ്പം ശങ്കരാദ്വൈതവാദം ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ആ ഒരു സൈഡിലായിരിക്കും എൻ്റെ ചിന്തകൾ പോകുന്നത്. സയൻറ്റിഫിക് ടെമ്പറല്ല നിരീശ്വരവാദപരമായിട്ടുള്ള മറ്റെല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വിഷയം പഠിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. ഇവർക്ക് എന്തും പഠിക്കാനുള്ള കഴിവ്, അതായത് സർപ്പബുധ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മൾട്ടി ലിംഗ്വിസ്റ്റിക് ആവുക, അല്ലെങ്കിൽ എന്താ പറയുക, വ്യത്യസ്തങ്ങളായിട്ടുള്ള ലാംഗ്വേജുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ, ഇതൊക്കെ പഠിക്കാനുള്ള ഒരു കഴിവ്. രാഹു പൊതുവെ രഹസ്യത്തിൻ്റെ ആളാണല്ലോ. അപ്പോൾ രഹസ്യമായിട്ടുള്ള രാഹുവിനോടൊപ്പം മെർക്കുറി യോഗം ചെയ്യുമ്പോൾ മെർക്കുറി ക്യാൻ ബി എ കോൺ ആർട്ടിസ്റ്റ് ഓർ എ ബ്രില്യൻറ്റ് ലയർ ഓർ എ കൺസ്യൂമേറ്റ് ലയറാണ് രാഹുവുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ. എന്തും പറഞ്ഞ് നേടിക്കളയും. കൊണ്ട് ജീവിക്കുന്നവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, മാർക്കറ്റിങ്ങിനും സെയിൽസിനും അതുപോലെ തന്നെ മീഡിയ കണ്ടന്റ് റൈറ്ററൊക്കെ ആയിട്ട് വരാനും ഒക്കെ അടിപൊളിയാണ്. ലെസ് പേഴ്സണാലിറ്റി ആയിരിക്കും, പേഴ്സണാലിറ്റി ക്യാരക്ടർലെസ് ആയിരിക്കും ഇവരുടെ പല കാര്യങ്ങളും. പിന്നെ ഈ ഇൻസെക്യൂർ ആയിരിക്കും, ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, മറ്റുള്ളവരുടെ ഫീലിങ്സിനൊന്നും ഒരു വാല്യൂ കൊടുക്കില്ല. അതുപോലെ തന്നെ ഒരു ഭയമുണ്ട് മെർക്കുറിക്ക് എപ്പോഴും. ബുധൻ എപ്പോഴും ഒരു ഭയമുള്ള ആളാണ്. അപ്പം എല്ലാവരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഇവർ വല്ലാണ്ട് എക്സ്പ്രസീവ് ആണെങ്കിലും ഇവരുടെ ഉള്ളിൽ അതിഭീകരമായ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതെ ഇവർക്ക് സക്സസ് ആവാൻ പറ്റത്തില്ല. ആ ഡിപ്പെൻഡ് ചെയ്ത് സക്സസ് ആവാൻ വേണ്ടിയിട്ട് പണമെങ്കിൽ പണം, സ്നേഹമെങ്കിൽ സ്നേഹം, ശരീരമെങ്കിൽ ശരീരം, എന്താണോ കൊടുത്താലാണോ അവർ കൂടെ നിൽക്കുന്നത് അത് കൊടുത്ത് കൂടെ നിർത്താൻ കഴിയുന്ന ഒരു മനോഭാവം ഉണ്ടാവും. വ്യാഴമൊക്കെ സ്വാധീനിച്ചാൽ മാറും, പക്ഷേ ഇതിവർ രണ്ടുപേരുടെ കമ്പൈൻ ചെയ്യുമ്പോഴുള്ള ഫലമാണ്. മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് മാറും, അത് ഓർത്തോളുക. ഇവർ മറ്റുള്ളവരെയൊക്കെ കൂടെ ചേർത്തൊരു ടീം ബിൽഡ് ചെയ്തൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ ഒറ്റയ്ക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇവരൊന്നും അത്ര വലിയ സംഭവമല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് അവരെടുക്കുമ്പം അവർ വലിയ കഴിവോ വലിയ സ്കില്ലോ ഉള്ളവരൊന്നും ആവില്ല, വലിയൊരു കോൺട്രിബ്യൂട്ടറൊന്നും ആവില്ല ആ മേഖലയ്ക്ക്. പക്ഷേ
എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കുന്ന, നാവ് കൊണ്ട് ജീവിക്കുന്ന ഇൻ്റലിജൻറ്റ് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരുടെയൊക്കെ ജാതകത്തിൽ ബുധ രാഹു യോഗം ഉണ്ടാകും. കാരണം പല തരത്തിലുള്ള ലാംഗ്വേജുകൾ, ഇംഗ്ലീഷ് തന്നെ, ഇപ്പോൾ ലിംഗ്വ ഫ്രാങ്ക് ആണ് ഇംഗ്ലീഷ്, ലോകം മൊത്തം ആൾക്കാർ സംസാരിക്കുന്നൊരു ഭാഷയാണത്. പക്ഷേ അതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്സെൻറ്റുകൾ ഒക്കെ പല രാജ്യങ്ങളിൽ, ഇപ്പോൾ ഫ്രഞ്ചുകാരെ സംസാരിക്കുന്ന പോലല്ല തമിഴൻ സംസാരിക്കുന്ന പോലല്ല മലയാളി സംസാരിക്കുന്ന പോലല്ല ജർമ്മൻകാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അതുപോലല്ല യുഎസുകാരെ സംസാരിക്കുന്നത്, യുഎസുകാരുടെ പോലല്ല UK സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ആക്സെൻറ്റിനുള്ള ഓസ്ട്രേലിയക്കാർ ഒക്കെ വലിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അവർ ഓരോരുത്തരുടെയും നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അവരുടെ ആക്സെൻറ്റുകൾക്ക് വലിയ വ്യത്യാസം കാണും. ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര കഴിവുണ്ട്. ഒരു ഇമിറ്റേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഐഡിയ ആരുടെയെങ്കിലും കിട്ടിയാൽ അത് ഡെവലപ്പ് ചെയ്ത് ആ രീതികൾക്കനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു ഇതിലൊരു വാവ് എന്ന് പറയിപ്പിക്കാനുള്ള ഒരു കഴിവ് ബുധ രാഹു യോഗം ഉള്ളവർക്ക് ഉണ്ട് കേട്ടോ. ബുധൻ പൊതുവെ ഒരു കിടുവാ. അതുപോലെ തന്നെ ബുധൻ രാഹു യോഗമുള്ളവർ ശുക്രൻ്റെ രാശിയിലോ അല്ലെങ്കിൽ വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഭാവങ്ങളിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇവരുടെ വിവാഹ ജീവിതത്തിന് ശേഷം ആയിരിക്കും ഇവരുടെ പാർട്ണർ തിരിച്ചറിയുന്നത് ഇവർ നാവ് കൊണ്ട് പറഞ്ഞ പോലെയല്ല ഇവരുടെ ജീവിതമെന്ന്. കാരണം വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടായിരിക്കും. വാക്ക് അതായത് നല്ലൊരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവരാ എല്ലാം ചെയ്യും. പക്ഷെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് വേറെ ഒരു രീതിയായിരിക്കും. അപ്പോൾ അത് നിമിത്തം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിട്ട് ഡിവോഴ്സിലേക്കും അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്കും ഒക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ്, ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ പൊളിറ്റിക്സുകൾ, ഇപ്പം അനിയൻ്റെ ഭാര്യ അല്ലെ അനിയൻ ചേട്ടൻ ഇങ്ങനെയൊക്കെയുള്ളവരുടെ ഇടയിൽ വിവാഹശേഷം അല്ലെങ്കിൽ വേറൊരാൾ കടന്നു വരുമ്പോൾ അതിനുള്ളിലെ ഗോസിപ്പുകളൊക്കെ പറയുക, അങ്ങനെയൊക്കെയുള്ള ചില ടെൻഡൻസീസ് വരാം. എല്ലാവർക്കും എന്തെങ്കിലും ഒരു കുറ്റം ഇവർ കണ്ടെത്തും. അതൊരു വലിയ കഴിവാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മോശവശമായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല വശങ്ങളെന്ന് പറയുന്നത് മാർക്കറ്റിംഗ്, സെയിൽസ്, അതുപോലെ തന്നെ കൺവിൻസിങ് കപ്പാസിറ്റി, ഒരുപാട് ലാംഗ്വേജുകൾ പഠിക്കുക, ഒരുപാട് ബുക്സ് വായിക്കുക, അതിൽ നിന്നുള്ള ഒരുപാട് കോണ്ടൻറ്റുകൾ എടുത്തിട്ട് ഇവരുടേതായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അവരുടെ ജോലിയുടെ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടും. പക്ഷേ ഇവരുടെ പേഴ്സണൽ ലൈഫ്, ഇവരുടെ വ്യക്തിത്വമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ, ഇവരുടെ പാർട്ട്ണർ, ഇവർക്കൊക്കെ ഇവരെ കൊണ്ട് ചിലപ്പം ബുദ്ധിമുട്ടുകൾ വരാം. ഏത് ഭാവത്തിലാണോ ഇത് വരുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പ്രവർത്തിക്കുമ്പം ശ്രദ്ധിക്കുക. പിന്നെ ഒന്നാമത്തത് മാഡ്നെസ് ആൻഡ് സ്കിൻ അലർജി, മാഡായിട്ടുള്ള സ്വഭാവം, അതുപോലെ തന്നെ സ്കിൻ അലർജീസ്. അതേപോലെ ഈ രാഹുവും ബുധനും വളരെ മോശമായിട്ടൊക്കെയാണ് ഇടപെടുന്നതെങ്കിൽ, ബന്ധം വരുന്നത് ജാതകത്തിലെങ്കിൽ ഓട്ടിസ്റ്റിക് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ന്യൂറൽ ഡിസീസസുകൾ വരാനുള്ള സാധ്യത, ഞരമ്പ് പിണഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ട് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇറിറ്റേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആർഗ്യുമെൻറ്റ്, അതുപോലെ തന്നെ ലൂസ് ടോക്ക്, നമ്മളെ പുച്ഛിക്കുന്ന രീതിയിൽ സംസാരിക്കാം. അവരുടെ വലിയ എപ്പോഴും ഒരു ലാഭം നോക്കുക. അപ്പം ഒരു കാലത്ത് നന്നായിട്ട് സ്നേഹിച്ചിട്ട് ഇരുന്ന ഒരാൾ, ഇപ്പം എന്നെ ഒരാൾ, ബുധൻ രാഹു ബന്ധമുള്ള ഒരാൾ എന്നോട് വല്ലാണ്ടൊരു അടുപ്പം കാണിച്ച്, ഇപ്പം ഞാനൊരു ബോസ് ആണെങ്കിൽ ഒരു പ്രൊമോഷൻ കൊടുത്തു എന്നിരിക്കട്ടെ, എന്നോട് വളരെ ഇതായിട്ട് നിന്നു, വളരെ കൺവിൻസിങ് ആയിട്ട് നിന്നു, എൻ്റെ ടീമിനെ വളരെ സപ്പോർട്ടിങ് ആയിട്ട് ഒരുപാട് ഇത് ചെയ്തിട്ട്, അതിനേക്കാളും നല്ലൊരാൾ അടുത്ത എൻ്റെ പാരലിൽ ഒരാൾ വരിക, എൻ്റെ അതേ സ്ഥാനമാനങ്ങളുള്ള ഒരാൾ വരികയാണ്. അപ്പം അവരെ ആയിട്ട് അടുത്താലേ കൂടുതൽ വളർച്ച വരുള്ളെങ്കിൽ ഇവരെന്ത് ചെയ്യും, നൈസായിട്ട് അങ്ങോട്ടങ്ങ് ചെയ്യും. അതുവരെ നമ്മളുമായിട്ടുള്ള സ്നേഹബന്ധമൊക്കെ അവർ ആ സമയത്ത് കട്ട് ചെയ്യും. കാരണം ഇവർക്ക് അവരുടെ ഭൗതികപരമായിട്ടുള്ള വളർച്ച, ലാഭം, ബുധൻ വൈശ്യനാണ് ബുധൻ. ഫോറിൻ കൾച്ചർ, ഫോറിൻ ലാംഗ്വേജിനോടുള്ള താല്പര്യം, ലക്ഷ്യബോധം, റൈറ്റിംഗ് സ്കിൽസ്, മീഡിയ കണ്ടൻറ് റൈറ്റേഴ്സ്, അതുപോലെ തന്നെ റിലേറ്റീവുമായിട്ട് ഒരിക്കലും ചേരാത്ത ആൾക്കാർ, അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നുമൊക്കെ ഒറ്റപ്പെടാനുള്ള സാധ്യത, അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ടെർമിനേഷൻ കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ വിദ്യ പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്റ്റൊമക്ക് പ്രോബ്ലം, ഉദര പ്രശ്നങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്, പകുതിക്ക് വെച്ച് നിന്ന് ബ്ലാങ്ക് ഔട്ടായി പോകുന്ന പോലെ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ. നമ്മുടെ വീട്ടിലൊക്കെ ഇരുട്ടത്ത് കയറി വരുമ്പോൾ സപ്ലൈ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പകച്ച് നിൽക്കുന്ന
ഒരവസ്ഥകൾ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരുന്നത്. അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് ആൻഡ് കോപ്പീഡ് തോട്ട്സ് വെച്ചിട്ട് വീണ്ടും സക്സസ് ആവാൻ നോക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് ഒരു നാർസിസ്റ്റിക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, പെട്ടെന്ന് മിണ്ടാതിരിക്കാൻ ഉള്ള കഴിവ്. ഇപ്പോൾ ജോലിയിലായിക്കോട്ടെ, ഏത് മേഖലയിലും ആയിക്കോട്ടെ, എനിക്ക് ഇപ്പോഴും പലരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപെടുന്ന ഒരു വീട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ, ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ കാരണമാണ് വേദനിച്ചതെന്ന് മനസ്സിലായാൽ അത് ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ചീത്ത വിളിക്കും. ചിലപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചാലൊക്കെ പ്രായമൊന്നും നോക്കത്തൊന്നുമില്ല. ആ സമയത്ത് ഞാൻ വഴക്കൊക്കെ പറയും. പക്ഷെ അവർ വിഷമിക്കുന്ന കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവരോട് പോയി മിണ്ടും, അല്ലേ? നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അടി കൊണ്ട് കരയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കരഞ്ഞ് ഉറങ്ങിയൊക്കെ എണീച്ച് വരുമ്പോൾ നമുക്കൊരു സങ്കടം വരും. അതിനെ എടുത്തുനിന്ന് താലോലിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു സ്നേഹം തോന്നും. പക്ഷേ പലപ്പോഴും ഈ ബുധന് ബലമുള്ളവർ, ബുധന് രാഹുവായിട്ടൊക്കെ ബന്ധം വരും. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, താൻ കാരണമാണ് ഒരാൾ വേദനിക്കുന്നത് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കാൻ കഴിയുക എന്നുള്ളത്, മൗനമായിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് അതത്ര ഭീകരമാണ്. അതായത് കുറ്റബോധങ്ങളില്ലാത്ത ഒരു പ്രകൃതം, ഒരു ഭീകരത. അത് ഇപ്പോഴത്തെ ഒരു മോഡേൺ സൈക്കോളജിക്കൽ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയും. മൗനമായിട്ടിരുന്ന് അവരെ വല്ലാണ്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതികളൊക്കെ ഈ രാഹു ബുധയോഗമുള്ളവർ കാണിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, അത് ചെയ്യരുത്. കാരണം രാഹുവിൻ്റേത് ഫ്രീ വില്ലാണ്. നിങ്ങളത് ചെയ്തു വെച്ചാൽ കർമ്മം വലിയ രീതിയിൽ തിരിച്ചടിക്കും ഒരു സമയത്ത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യസന്ധത പാലിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് മെയിൻ. താൽക്കാലികമായിട്ട് ചെയ്യുന്ന ഉഡായിപ്പുകളെല്ലാം പിന്നീട് തിരിഞ്ഞു വെത്തും. ഒരുപക്ഷെ നമ്മളതൊക്കെ മറന്നു പോയേക്കാം. പക്ഷേ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ്, ഈശ്വരൻ അത് മറക്കില്ല. കർമ്മം അങ്ങനെയാണ്. മഹാഭാരതത്തിലൊരു കഥയുണ്ട്. അരക്കില്ലം കത്തിക്കുന്നൊരു ഭാഗമുണ്ട്. പഞ്ചപാണ്ഡവർ രക്ഷപ്പെടുമ്പം, കുന്തിയുമായിട്ട് രക്ഷപ്പെടുമ്പം അതിനുള്ളിൽ ഒരു കാട്ടാള സ്ത്രീയും 5 മക്കളും ഉണ്ട്. അവരെ കുരുതി കൊടുത്തിട്ടാണ്, കൗരവരെ മാനിപ്പുലേറ്റ് ചെയ്താണ് പഞ്ചപാണ്ഡവരും കുന്തിയും രക്ഷപ്പെടുന്നത് അരക്കില്ലത്തിൽ നിന്നും, അല്ലേ? പക്ഷേ അവരും മറന്നു, ചുറ്റുമുള്ളവരെല്ലാം മറന്നു. പക്ഷെ പ്രകൃതി അത് മറന്നില്ല. അശ്വത്ഥാമാവ് യുദ്ധനീതികളൊന്നുമില്ലാതെ തന്നെ പാണ്ഡവരുടെ 5 മക്കളെയും കൊല്ലുമ്പം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, നമ്മൾ മറന്നു പോയാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം പ്രകൃതി മറക്കില്ല എന്നുള്ളതാണ്. കൃത്യസമയത്ത് സമയമൊപ്പിച്ച് കാലമൊപ്പിച്ച് അത് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് അനുഭവം. അതൊരു ബുമറാങ് പോലെയാണ് കർമ്മം, അത് തിരിച്ചു വരും. അതുകൊണ്ട് താൽക്കാലിക വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബുധൻ എപ്പോഴും പ്രവർത്തിക്കുന്നത്. ബുധൻ രാഹുവിനോട് യോഗം ചെയ്യുമ്പം മാനിപ്പുലേഷൻ കപ്പാസിറ്റി ഇരട്ടിയാവും. സോ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.